ഓരോ ലോകകപ്പിലും ഓരോ താരങ്ങളുണ്ടാകും. എന്നാൽ കഴിഞ്ഞ 2 ലോകകപ്പിൽ തുടർച്ചയായി താരമായ ഒരാൾ വാഴക്കാടുണ്ട്. നമ്മുടെ സുബൈർക്ക. ഫുട്ബോൾ കണ്ട് ഫുട്ബോൾ പറഞ്ഞ് ആണ് അദ്ദേഹം താരമായത്. അർജൻറ്റീനയുടെ കട്ട ആരാധകൻ. അങ്ങനെ ഫുട്ബോൾ കളി പറഞ്ഞും അതിൻ്റെ വിലയിരുത്തിയൊക്കെ സുബൈർക്ക താരമായതോടെ അർജൻറ്റീന ആരാധകർ അദ്ദേഹത്തിനൊപ്പം വന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരു വീട് നിർമ്മിച്ചു നൽകി. അതും അർജൻറ്റീനയുടെ നിറം ഉള്ള ഫുട്ബോൾ മുകളിലുള്ള ഒരു അർജൻറ്റീനയെ അടയാളപ്പെടുത്തുന്ന വീടാണ് സുബൈർക്കയ്ക്ക് അർജൻറ്റീന ആരാധകരൊക്കെ നിർമ്മിച്ചു നൽകിയത്. നമുക്കെന്താണെങ്കിലും ഈ ലോകകപ്പിൽ സുബൈർക്കൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. സുബൈർക്ക എന്താണ്, ഉഷാറല്ലേ? ഞങ്ങൾ പറയായിരുന്നു കഴിഞ്ഞ 2 ലോകകപ്പിന്റെ പറഞ്ഞ താരമായതാണ് നിങ്ങൾ. അപ്പൊ ഇക്കുറിയത്തെ എന്തൊക്കെയാണ് നിങ്ങളെ ആലോചനകളും, എന്താണ് നിങ്ങളെയൊക്കെ ഒരു വിലയിരുത്തൽ? ഞാനിപ്പോ ഇങ്ങനെ 2018 തുടക്കുന്നത്. അന്ന് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. 4-3 അർജന്റീന ഫ്രാൻസിനോട് പരാജയപ്പെടുക 2018 പ്രീ ക്വാർട്ടറിൽ. അപ്പം അർജന്റീന പരാജയപ്പെട്ട ഒരു ടെൻഷൻ. അപ്പം എന്നോട് ആൾ ഇത് പരാജയം എന്ന് പറഞ്ഞ് അങ്ങനെ ആകെ വൈറലായതാണ്. 18 മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ നീ നടത്തപ്പോൾ 48 രാജ്യമാണല്ലോ ലോകകപ്പ് പങ്കെടുക്കുന്നത്. ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 48 രാജ്യം ഉണ്ട്. അത് മാത്രമല്ല ഇതിഹാസങ്ങളുടെ വിടവാങ്ങൽ കൂടിയാണ്. അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ അവരുടെ ഇതിഹാസങ്ങളുടെ ഒരു അവസാന ലോകകപ്പും കൂടിയാണ്. 48 രാഷ്ട്രമാണ്. അപ്പോൾ 48 രാജ്യമാകുമ്പോൾ പുതിയ പുതിയ രാജ്യങ്ങൾ കുതിച്ചു ഉയരാൻ സാധ്യതയുണ്ട്. യൂറോപ്പിൽ നിന്ന് കറുത്ത കുതിരയുള്ള നോർവേ എന്ന് പറഞ്ഞ ശക്തർ, സ്റ്റോൾസോൺ ബക്കനാറിന് അവിടെ കോച്ച്, നല്ല കോച്ച്. അതുപോലെ നോർവേ ശക്തരാണ്. അതുപോലെ കുറസാവോ എന്ന് പറഞ്ഞ അവിടെ നെതർലാൻഡ്സിൻ്റെ കോളനിയിനി കോൺകാഫ് മേഖലയിൽ 1.5 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യമാണ് കുറസാവോ. അതേമാതിരി ആഫ്രിക്കയിൽ നിന്ന് ഇവരുണ്ട് കെബർത്തെ അവിടെ 75 ശേഷം 80. അങ്ങനെ പുതിയ പുതിയ രാജ്യങ്ങളുണ്ട്. അപ്പോൾ 48 രാഷ്ട്രമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു അർജന്റീന ഫാൻസ് ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ലോക ചാമ്പ്യനായി. ഫ്രാൻസിനെ ടൈം ബേക്കറിൽ പരാജയപ്പെടുത്തി. നല്ല ടീമാണല്ലോ യൂറോപ്പിൽ നിന്ന് ഫ്രാൻസ്. അടുത്ത ഇതുവരെ ഒരു ജാതിയിൽ ഫൈനൽ കണ്ടോന്ന് സംശയമാണ്. എംബാപ്പ അടക്കം ഫോമുള്ള. അപ്പോൾ അത് അർജന്റീന ലോക കിരീടം നേടി. ഈ പ്രാവശ്യം അർജന്റീന സമ്മർദ്ദമില്ലാതെ കളിക്കണേ, ടെൻഷനില്ലാത്ത അർജന്റീനയാണ് കളത്തിൽ ഇറങ്ങാൻ പോണത്. അപ്പോൾ അർജന്റീന ആരാധകർക്കും ടെൻഷനില്ല, ഇരുന്ന് കളി കാണാം. അപ്പോൾ ടെൻഷനില്ലാതെ അർജന്റീന കളിക്കുമ്പോൾ അർജന്റീന നല്ല ശക്തരായിരിക്കും. അതിന് ശക്തമായി ടെൻഷനില്ലാതെ കളിക്കുമ്പോൾ അർജന്റീന പ്രത്യേകത ഒരു ശൈലി. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പ് ഒന്ന് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന അൾജീരിയയാണ്. അൾജീരിയനെ സംബന്ധിച്ചിടത്തോളം നെതർലാൻഡ്സിന്റെ സൗഹൃദ മത്സരത്തെ പരാജയപ്പെടുത്തിയവർ. സൗഹൃദ മത്സരമാണ് യോളണ്ടിനെ. പിന്നെ പിന്നെ ഓസ്ട്രിയ, യൂറോപ്പിൽ നിന്ന് വരുന്ന ഓസ്ട്രിയ, ഏഷ്യയിൽ നിന്ന് വരുന്ന ജോർദാൻ. ഈ ടീമുമായിട്ടാണ് അർജന്റീന കളിക്കേണ്ടത്. പക്ഷെ അതിനൊക്കെ അർജന്റീന മറികടന്ന് പ്രീ ക്വാർട്ടറിലേക്ക് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മെസ്സിഞ്ഞൊരു ലോക കിരിപ്പിന്. അത് മാത്രമല്ല ഏഞ്ചൽ ഡി മരിയൻ്റെ വിരമിച്ചു പോയാൽ അതൊരു ചെറിയൊരു അഭാവം തന്നെ സംഭവിക്കും. ഏഞ്ചൽ ഡി മരസാത്തി കളിക്കാരനാണ്. പിന്നെ ലേണസ് കെലോണി എന്ന് പറഞ്ഞ കോച്ച്, അത് തന്ത്രശാലിയ കോച്ചാണ്. പിന്നെ യക്യൂന ഡിബാല ഓലെ പ്രശ്നം കൊണ്ട് അർജന്റീന സ്കെലോണി ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ നിക്കോ പാസ് ഇറ്റാലിയൻ ക്ലബ്ബ് കളിച്ചിന് മിഡ്ഫീൽഡറായി തെരഞ്ഞെടുത്ത ഏറ്റവും വലിയ കളിക്കാരൻ നിക്കോ പാസ്. അപ്പോൾ നിക്കോ പാസ് സെൻട്രലിൽ വരുമ്പോൾ അർജന്റീനയ്ക്ക് മെസ്സിക്കും ആൽവാരസിനും ഒക്കെ യഥാർത്ഥ ബോൾ കിട്ടാൻ കുറവുണ്ടായി. നിക്കോ പാസ് സെൻട്രലിൽ വരുന്നുണ്ടല്ലോ. എൻസോ ഫെർണാണ്ടസ്, മക്കാലിസ്റ്റർ, അവിടെ പെരഡസ്, ഡീപോൾ ഒക്കെ, ലോസൽസോ കഴിഞ്ഞ ലോകകപ്പ് നഷ്ടപ്പെട്ട ഇനി പരിക്കിന്. അദ്ദേഹം നല്ല മിഡ്ഫീൽഡറാണ്. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഡിഫൻസ് ആർക്കും പറയേണ്ടിയില്ല. ഓട്ടോമെൻറ്റി, റൊമോറോ, ടാക്ലിയാഫിക്കോ, പെസല്ല, മോണ്ടിയൽ, മൊളീന, ലിസാൻഡ്രോ മാർട്ടിനസ് ഒക്കെ നടങ്ങുന്ന പിന്നെ ഡിഫൻസ്. പിന്നെ പറയേണ്ടത് എമിലിയാനോ മാർട്ടിനസ് ഗോൾ കീപ്പർ. അങ്ങനെ ഒരു ഇതാണ്. അപ്പം അർജന്റീന മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ. എന്താണ് അർജന്റീനയുടെ പരമ്പരാഗത എതിരാളികളായ ബ്രസീലിന്റെ സാധ്യതകൾ ഇത്തവണ? ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാർലോസ് ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ കോച്ചാണ് ഇപ്പോൾ ഒരു തിരിച്ചു പിടിച്ചത്. ലോകകപ്പ് യോഗ്യതയിലൊക്കെ തപ്പിത്തളിഞ്ഞ ബ്രസീലിനല്ല, കാർലോസ് ആഞ്ചലോട്ടി വന്ന ഒരു പാട് മാറ്റം ബ്രസീലിന് സംഭവിച്ചിന്. ആലീസൺ എന്ന് പറഞ്ഞ ബെൻഡോ എന്ന് പറഞ്ഞ ആലീസൺ എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ നല്ല ഗോൾ കീപ്പറാണ്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ 2002 ജപ്പാൻ കൊറിയ ലോകകപ്പിലാണ് ബ്രസീൽ അവസാനമായി ലാറ്റിൻ അമേരിക്കയിൽ കിരീടം പോയി. അതിനുശേഷം ബ്രസീൽ കിരീടം നേടിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം കാർലോസ് ആഞ്ചലോട്ടി വന്നാൽ ഒരുപാട് മാറ്റം വന്നു. പക്ഷേ ആ ഗ്രൂപ്പിൽ മൊറോക്കോ ചില്ലറക്കാരല്ല. കാരണം ആഫ്രിക്കൻ നേഷൻ കപ്പിൽ ഇപ്പോൾ ടൈം ബേക്കറിൽ സെനഗലിനെ പരാജയപ്പെടുത്തിയിട്ട് മൊറോക്കാണ് ആഫ്രിക്കൻ നേഷൻ കപ്പ് ഇപ്പോൾ വാങ്ങിയത്. അപ്പോൾ മൊറോക്കോ ചില്ലറക്കാരല്ല. ഒന്ന് സ്കോട്ട്ലൻഡാണ്, യൂറോപ്പിൽ നിന്ന് വരുന്ന ടീമാണ് സ്കോട്ട്ലൻഡ്. ഒന്ന് കോൺകാഫിൽ നിന്ന് വരുന്ന 80. അത്ര വലിയ ശക്തരല്ല. എന്നാലും അതൊക്കെ മറികടന്ന് ബ്രസീലും മുന്നോറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ബ്രസീലിന് ഇതുവരെ നെയ്മറിന്റെ അവസാന ലോകകപ്പാണല്ലോ. അപ്പോൾ കാർലോസ് ആഞ്ചലോട്ടി, റാഫീഞ്ഞ, വിനീസസ് ഒക്കെ അടങ്ങിയ ടീമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മുന്നേറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കപ്പ് കിട്ടുമോ?
അത് ഞാൻ ഉറപ്പ് പറയില്ല. കാരണം ലോകകപ്പ് 4 രാഷ്ട്രങ്ങളൊപ്പം ശക്തരാണ്. ഒന്ന് പിന്നെ അർജന്റീന മോശക്കാരല്ല, ഞാൻ പറഞ്ഞത് സ്കലോണി. അവിടെ ദശാംശ് അടങ്ങുന്ന പിന്നെ ഫ്രാൻസ്, എംബാപ്പ ശക്തമായ ഒരു കളിക്കാരനാണ് എംബാപ്പ. അവിടെ അതേമാതിരി പിന്നെ റോബർട്ടോ മാർട്ടിനസിന്റെ പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ അവസാന ലോകകപ്പ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരും ശക്തരാണ്. പിന്നെ സ്പെയിൻ, ലോകത്തെ ഏറ്റവും വലിയ സ്പെയിൻ, ലൂയിസ് ഡെലഫോണ്ട എന്ന് പറഞ്ഞ കോച്ചാണ് അവരുടെ കോച്ച്. അവിടെ ജമാൽ വില്യംസ് അടങ്ങുന്ന അറ്റാക്കിംഗ് നിര അസാധ്യം തന്നെയാണ് സ്പെയിൻ. കഴിഞ്ഞ പ്രാവശ്യം യൂറോ കപ്പ് നേടി സ്പെയിനാണ്. അപ്പോൾ സ്പെയിനും എഴുതിയിരിക്കണം. 4-5 രാജ്യം ഇപ്പോൾ ശക്തരാണ്. ബ്രസീലിന്റെ കാര്യം ഞാൻ പൂർണ്ണമായിട്ട് പറയാം. ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. മൊറോക്കോ ആയിട്ടുള്ള മത്സരം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്താണ് ഇത്തവണ ഈ സമയമൊക്കെ നമുക്ക് കേരളത്തിലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാകുന്ന ടൈമിംഗ് അല്ലേ കളി കാണാൻ പറ്റുന്നത്? അതിപ്പോ അമേരിക്കും മെക്സിക്കോ കാനഡ 3 രാജ്യം കോൺകാഫ് മേഖലയിൽപ്പെട്ട രാജ്യങ്ങളാണ്. അപ്പോൾ 10-12-13 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ഇന്ത്യയായിട്ട് ടൈമിൽ. അപ്പോൾ അതാണ് അങ്ങനെ വന്ന് അർദ്ധരാത്രി. എന്നാലും അർജന്റീന ബ്രസീലൊക്കെ കളിക്കുമ്പോൾ ഏത് സമയമായാലും പോർച്ചുഗൽ ജർമ്മനി ഒക്കെ കളിക്കുമ്പോൾ ആർക്കാൾ പോയി കാണാൻ ആരാധന ടീമാണല്ലോ. അപ്പോൾ ടൈം ഒരു പ്രശ്നമായിട്ട് ലോകകപ്പിന് ആരവം കുറച്ച് കുറവുണ്ടോ സംശയമുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ കോങ്ങാട്, പാലക്കാട് അവിടെയൊക്കെ അസാധ്യമായ ഫ്ലെക്സ് ബോർഡ്, മലപ്പുറം അതെ മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടല്ലോ. അപ്പം ആരവത്തിലേക്ക് കടന്നാണ്. ഞാൻ 4 വർഷത്തിലുള്ള കളിയാണല്ലോ. അപ്പോൾ ആരവം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ 2018 മുതൽ കളി പറയാൻ തുടങ്ങിയായിരുന്നല്ലോ. ഇപ്പോൾ 2026 എത്തുമ്പോൾ ആൾക്കാർ എങ്ങനെ കളി പറയച്ചല് വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്താ നിങ്ങളൊരു അനുഭവം? അതെ അതെ, ആൾക്കാർ എന്നെ അറിയാത്തതിന് ശേഷം ആരുമില്ല. പിന്നെ ഇപ്പോൾ പല പരിപാടി നടക്കുന്നുണ്ട്. അതൊരു രസമാണല്ലോ, ജനങ്ങളെ അറിയാറില്ലേ. ഇപ്പോൾ 18 മുതൽ ഒരു ആവേശം തന്നെ, ചാനലായിട്ടും മറ്റായിട്ടും. കുട്ടികൾ സ്കൂളിൽ പോണ കാലത്ത് അങ്ങനെ ടൂർണമെന്റ് പോയി കളിച്ചില്ല, ക്ലബിലൊന്നും പോയി കളിച്ചില്ല, ഗ്രൗണ്ടിൽ പീട്ടിക്ക് വിടില്ല, അപ്പൊ അങ്ങനെ കളിച്ചിട്ടുള്ളൂ. ഈ കളി ഇത്ര ഗൗരവത്തിൽ കാണാൻ തുടങ്ങിയത്? കളി നമ്മൾ ക്ലബിലൊക്കെ പോയിട്ട്, വയക്കാട് ജിഗ്ര ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് കളി കാണും. അത് അന്താരാഷ്ട്ര 90 ലോകകപ്പ്, അത് ഇറ്റലി ആതിഥ്യം വഹിച്ച കനീജിയ മർഡോണ കൂട്ടുകെട്ട്. അന്ന് പിന്നെ ജർമ്മനിയോട് പരാജയപ്പെടുക 1 ഗോളിന്. മെക്സിക്കോ 86 ലോക കിരീടം നേടി, 90 ജർമ്മനി ആയിട്ട് ഇനി ആ ജർമ്മനി തോൽക്കുക. അന്നൊക്കെ ലോകകപ്പ് കണ്ട്. പിന്നെ 94 മർഡോണ അവസാന ലോകകപ്പ് 94. തീർച്ചയായിട്ടും. ഇപ്പോൾ അഫീക്ക എന്ന് പറഞ്ഞ പയ്യന്നൂരുകാരൻ സ്മാർട്ട് ട്രാവൽസ് UAE-ലുള്ള അദ്ദേഹമാണ് ഈ വീടുണ്ടാക്കി തന്നത്. ഈ ഖത്തർ ലോകകപ്പ് അയാൾ UAE-ൽ ഞാൻ പോയിനി. UAE പോയി അദ്ദേഹത്തെ അടുത്ത് വെച്ച് കണ്ടിനി. അപ്പൊ അയാളാണ് അർജന്റീനൊന്നും വേറെ ആൾക്കാർ തന്നൊക്കെ ഉണ്ട്, പല ക്ലബ്ബുകാരും. അതെ അതെ, ഞാൻ പറഞ്ഞതല്ല, ഓരെന്നെ ആവശ്യപ്പെട്ട് ഇങ്ങനെ അർജന്റീന ആകുമ്പോൾ അർജന്റീന വീട് വേണമല്ലോ. അപ്പൊ അർജന്റീന മോഡലാക്കിയതാണ്. എന്നാണെങ്കിലും അർജന്റീന ഒരിക്കൽ കൂടി കിരീടം നേടി മെസ്സിക്ക് രാജകീയമായ വിടവാങ്ങൽ നൽകുമെന്നാണ് പ്രതീക്ഷ. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, ലേനസ് സ്കലോണി എന്ന് പറഞ്ഞ കോച്ച് തന്ത്രശാലിയായ കോച്ചാണ്. പിന്നെ എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്, മൂസോയുണ്ട്, റൂളിയുണ്ട്. ഈ ഗോളികാപ്പന്മാരൊക്കെ 3 ഗോളിമാരും നല്ല ഗോളിമാരാണ്. എന്നാലും അർജന്റീന ആരാധക സന്തോഷം കേൾക്കാൻ സ്കലോണിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ. അർജന്റീനയ്ക്ക് ഏറ്റവും ശക്തമായ വെല്ലുവിളി ആര് നൽകും അവസാനം വെല്ലുവിളി ഫ്രാൻസും സ്പെയിനും ആയിരിക്കും. അതാണ്. എന്തായാലും സുബീർക്ക പറഞ്ഞതൊക്കെ അച്ചട്ടായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ നടക്കുമോ എന്നുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങളൊക്കെ അറിയാം. ലോകകപ്പിൻ്റെ ഓരോ പ്രധാനപ്പെട്ട സമയത്ത് നമുക്ക് സുബീർക്കാരെ വന്ന് സുബീർക്കാരൻ്റെ വിലയിരുത്തലൊക്കെ കുറച്ചുകൂടിയൊക്കെ വിശദമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയും. അഖിലോട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.